എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ ഡെലിവർ ചെയ്യാൻ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 സാധിച്ചു. കാരണം സീസൺ 1 എവിടെയാണോ എങ്ങനെയാണോ നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആ മൊമെന്റം കീപ്പ് ചെയ്ത് അവസാനം വരെ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവരെ പല കാര്യങ്ങളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സീസൺ 1 റിലീസായ സമയത്ത് അത് കണ്ടപ്പോൾ അതിൽ കുറെ പൊളിറ്റിക്കലി പല കാര്യങ്ങളും നല്ല സീരിയസ് മോഡിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു മൊമെന്റം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് സീസൺ 2 കൊണ്ടുവന്നിട്ടുള്ളത്. ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇതിൽ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെയർ ഡെവിൾ വിൽസൺ ഫിസ്ക് ആ ഒരു സീക്വൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കാത്തിരിക്കുക. അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഫേസ് ഓഫ് എങ്ങനെയായിരിക്കും. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലെ നമ്മൾ ആ ഒരു ഡെയർ ഡെവിൾ കണ്ടു കഴിഞ്ഞ് ഡിസ്നിയിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് മീ, ഇത് എങ്ങനെയായിരിക്കും അവർ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഡിസ്നി പല രീതിയിലും ഇതിനെ കോംപ്രമൈസ് ചെയ്യോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ എന്തായിരുന്നു നമ്മൾ കണ്ടു ശീലിച്ചത് അതിന്റെ അതുപോലെ തന്നെ എടുത്തു വെക്കാനായിട്ട് ഇതിൽ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, പല സീക്വൻസുകളും ശരിക്കും റിപ്പീറ്റ് അടിച്ച് കണ്ടുപോകുന്ന പല സിറ്റുവേഷൻസ് ഇതിലുണ്ട്. അതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും അത് പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായാലും ശരി പക്ക ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ചില ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ പല സീനുകളിലും നമുക്ക് വളരെ താല്പര്യമില്ലാത്ത ക്യാരക്ടേഴ്സിനെ പോലും നല്ല രീതിയിൽ നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുത്താനായിട്ട് ഇതിന്റെ ഒരു മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സീസൺ 2 എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ പല രീതിയിൽ നമുക്ക് വളരെ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി എന്താ അടുത്ത് ഉണ്ടാവുക, അടുത്ത് തന്നെ എന്താ ഉണ്ടാവുക, സീസൺ 3 ഇനി എന്തായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളൊരു എന്തൂസിയാസം തരാനായിട്ട് ഇതിന്റെ ക്രിയേറ്റേഴ്സിന് സാധിച്ചു. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. അവർ മാർവലിന്റെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ സീരീസ് ഒന്നും ചിലതൊന്നും വലിയ കാര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ സീസൺ 1 കണ്ട് സീസൺ 2 കാണാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീസൺ 2 കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക.